ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും കോൺഫിഡൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. അതിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഇനി മുന്നോട്ട് നേച്ചറും ഫങ്ഷൻസും ഒക്കെ പറയുമ്പോൾ ഈ പോയിൻറ്റ്സ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഈ പോയിൻറ്റ്സ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പോയിൻറ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാൽ മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് എന്നീ രണ്ട് പദങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എഫക്റ്റീവായി ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ തേർഡ് പോയിൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനായി പല ടെക്നിക്സുകളും കൺസെപ്റ്റുകളും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. ദെൻ ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റകൾ, ഇൻഫർമേഷൻസ് ക്രമത്തിൽ ക്രമീകരിച്ചു കൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് നൽകുന്നത്. ദെൻ മാനേജ്മെൻറ്റിന് ലഭിച്ച ഈ ഇൻഫർമേഷൻസ്, ഈ ഡാറ്റകൾ ഉപയോഗിച്ചു കൊണ്ടാണ് മാനേജ്മെൻറ്റ് ബിസിനസ്സിനാവശ്യമായിട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ദെൻ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ ആക്കി വയ്ക്കുക. നമ്മൾ ഇനിയും ഈ പോയിൻറ്റ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. Institute of Chartered Accountants of England and Wales defines management accounting is any form of accounting which enables a business to be conducted more efficiently can be regarded as management accounting. ഒരു ബിസിനസ് കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ ആ ബിസിനസ്സിനെ പ്രാപ്തമാക്കുന്ന അക്കൗണ്ടിംഗ് രൂപമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനുള്ളിലെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക, ബിസിനസ്സിനെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നിങ്ങനെയുള്ള ഫങ്ഷൻസ് നടത്തുന്നതിനായി മാനേജർമാർക്ക് ഇൻഫർമേഷൻസ് നൽകുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ ബിസിനസ്സിലെ ഡിസിഷൻസ് എടുക്കുന്നതിനായിട്ട് മാനേജേഴ്സിന് ഇൻഫർമേഷൻസ് നൽകുന്ന, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു അക്കൗണ്ടിങ് രൂപമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നമുക്ക് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോക്കാം. First one, provide accounting information. Management accounting is based on accounting information. It involves presentation of information in a way suitable to the management. Management accounting എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതൊരു ഓർഗനൈസേഷനും ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ലഭിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ അസറ്റ്സ്, ഡെപ്റ്റ്സ്, ലയബിലിറ്റീസ്, പ്രോഫിറ്റ്സ് എന്നിങ്ങനെ തുടങ്ങി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഇൻഫർമേഷൻസിനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അഥവാ അക്കൗണ്ടിങ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുമൊക്കെ ഫിനാൻഷ്യൽ ഡാറ്റകൾ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവയെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. ഈ ഡാറ്റകളെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസായി കൺവേർട്ട് ചെയ്ത് അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വിശകലനം ചെയ്ത് മാനേജ്മെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ അവതരിപ്പിക്കുന്നത് വഴി മാനേജ്മെൻറ്റിന് അവ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മികച്ച തീരുമാനങ്ങൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് നൽകിക്കൊണ്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്. സെക്കൻഡ് പോയിൻ്റാണ് ഡിസിഷൻ മേക്കിംഗ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് വേരിയസ് ഡിസിഷൻസ്. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ടോപ്പ് മാനേജ്മെൻറ്റിനെ വിവിധ പ്രധാന
പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുക എന്നതാണ്. അതായത് മാനേജ്മെൻറ്റിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നൽകുക, അതുവഴി നല്ല ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനലൈസസ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഷോൺ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷനിലെ വിവിധ ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും എല്ലാം കാരണവും ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സും എല്ലാം വരാൻ ഉണ്ടായ കാരണവും അതിൻ്റെ എഫക്ട്സും എല്ലാം വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ എന്താ ചെയ്യുന്നത്, ഡാറ്റകൾ കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും ഒന്നും അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യാറില്ല. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ, ഇഫ് ദർ ഈസ് ലോസ് ദ റീസൺസ് ഫോർ ദ ലോസ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ്. നഷ്ടം കമ്പനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റീസൺ, അതായത് ലോസ് ഉണ്ടാകാനുണ്ടായ കാരണം എന്തൊക്കെയാണെന്ന് അന്വേഷിക്കും. ദെൻ ഇഫ് ദർ ഈസ് എ പ്രോഫിറ്റ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ പ്രോഫിറ്റ് ആർ അനലൈസ്ഡ്. ഇനി ലാഭമാണെങ്കിൽ ആ ലാഭത്തെ എഫക്റ്റ് ചെയ്ത ഫാക്ടേഴ്സ്, ലാഭമുണ്ടാകാൻ കാരണമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും വിശകലനം ചെയ്യുന്നു. ദെൻ ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്സ്. Management accounting uses special techniques and concepts to make accounting data more useful and helpful to the management. Important techniques are standard costing, budgetary control, ratio analysis, responsibility accounting, etc. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റിനെ അക്കൗണ്ടിംഗ് ഡാറ്റകളെ കൂടുതൽ ഉപയോഗപ്രദവും സഹായകരവുമാക്കുന്നതിനായിട്ട് ഒരുപാട് ടെക്നിക്സും കൺസെപ്റ്റും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനലൈസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നിങ്ങനെ ഒരുപാട് ടെക്നിക്സുകൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ കൂടെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും പരിഗണിക്കാറുണ്ട്. ദെൻ സിക്സ്ത് പോയിൻറ്റ്, മൾട്ടി ഡിസിപ്ലിനറി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ of several disciplines such as financial accounting, cost accounting, statistics, operation research, economics, etc. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങി പല ഡിസിപ്ലിൻസും കൂടി ചേർന്നതാണ്. അതുകൊണ്ട് ഇതിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, സെവൻത്ത് പോയിൻ്റ് ആണ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു management for planning the future operations. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചറിലെ പ്രവർത്തനങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതിനും തീരുമാനിക്കുന്നതിനും സഹായിക്കുന്നതുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആണ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് എൻ അക്കൗണ്ടിങ് ഫോർ ദ യൂസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. കാരണം ഇത് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇൻക്രീസ് എഫിഷ്യൻസി. ഇറ്റ് എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു സെലക്ട് ദാറ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ. ഇൻ ദിസ് വേ ഇറ്റ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ ഏറ്റവും മികച്ച പ്രോഫിറ്റബിളായ ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ പ്രോബ്ലംസും ഇഷ്യൂസും എല്ലാം മനസ്സിലാക്കി പല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോബ്ലംസ് ഇല്ലാതാക്കിക്കൊണ്ടും ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പല രീതികളിലൂടെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ
Next point, art and science. Management accounting may be regarded partly as a science and partly as a art. Management accounting ആർട്ടും സയൻസും ആണെന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ക്വാണ്ടിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. ഈ ഡാറ്റകളെ ക്വാണ്ടിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് അക്കൗണ്ടിങ് ഡാറ്റ. ഇത് അക്കൗണ്ടിങ് ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റിന് നോളജും ഡീപ്പായിട്ടുള്ള നോളജും നമ്മളെ മാനേജ്മെൻറ്റിലെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ടെന്ന്, ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഡിസിപ്ലിൻസിനെ കുറിച്ച് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ ഏതൊരു മാനേജ്മെൻറ്റിനും നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിന് നോളജും സ്കില്ലും ആവശ്യമാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു ആർട്ടാണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിങ് തുടങ്ങി മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. മിക്ക പോയിൻറ്റ്സും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അനലൈസ് ചെയ്യുന്നതിനും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനുമായി ഡാറ്റകളെ കളക്ട് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. എന്താണ് മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്റേഷനുമായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് നെസസറി ഡാറ്റ. ഓർഗനൈസേഷനിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായ ഡാറ്റകൾ കൃത്യമായി അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ തേർഡ് പോയിൻറ്റ്, ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനും ആവശ്യമായ ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് നൽകുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ടു ഇവാലുവേറ്റ് പെർഫോമൻസ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മൾ മുന്നേ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എംപ്ലോയീസിനെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ലീഡ് ചെയ്യുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ദെൻ സിക്സ്ത് പോയിൻറ്റ്, ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അതത് ആളുകളിലേക്ക്, അഥവാ ലെവലുകളിലേക്ക് അപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത് ഡിസിഷൻസ് മേക്കിങ്ങിനും ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ദെൻ സെവൻത്ത് പോയിൻറ്റ്, ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. ബിസിനസ്സിലെ വിവിധ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ദെൻ എയ്റ്റ് പോയിൻറ്റ്, ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷനിലെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫോർമുലേറ്റ് ചെയ്ത പോളിസികൾ ഓർഗനൈസേഷനിലെ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ നയൻത്ത് പോയിൻറ്റ്, ടു എൻഹാൻസ് ഓർ മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദ ഓണേഴ്സ്. ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഊന്നൽ നൽകുന്നുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷനിലെ പ്ലാനിങ്ങിനും ഫോർകാസ്റ്റിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, മോഡിഫിക്കേഷൻ
ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റിന് ലഭിച്ച അക്കൗണ്ടിംഗ് ഡാറ്റകൾ ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ തേർഡ് പോയിൻറ്റ്, അനലൈസസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. പ്ലാൻ ചെയ്യാനും ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനുമായി അക്കൗണ്ടിംഗ് ഡാറ്റകളെ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ, കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലും പ്രധാനപ്പെട്ട ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷനിലെ ടോപ്പ്, മിഡിൽ, ലോവർ തുടങ്ങി വിവിധ ലെവലുകളിലേക്ക് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ ഓർഗനൈസേഷന് പുറത്തുള്ള ഫോഴ്സസുമായും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിൻറ്റ്, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സഹായിക്കുന്നുണ്ട്. അവിടെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തി അവിടെ ആവശ്യമെങ്കിൽ ആക്ഷൻസ് എടുക്കുന്നു. എന്തെങ്കിലും ചേഞ്ചസ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ ആവശ്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും കൺട്രോൾ വേണമെങ്കിൽ കൺട്രോൾ വരുത്തുകയും ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ദെൻ സെവൻത്ത് പോയിൻറ്റ്, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട അക്കൗണ്ടിങ് ഡാറ്റയും മറ്റ് ഇൻഫോർമേഷൻസും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. ദെൻ നമുക്ക് ഇമ്പോർട്ടൻസ്, യൂസസ് ഓർ നീഡ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഗോൾസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനും ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനുള്ള മികച്ച വഴി കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, പ്രോപ്പർ പ്ലാനിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ അക്കൗണ്ടിങ് ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതുവഴി മാനേജ്മെൻറ്റിനെ മികച്ച പ്ലാനിങ്ങിനും ഫോർകാസ്റ്റിങ്ങിനും സഹായിക്കുന്നു. ദെൻ തേർഡ് പോയിൻറ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഫോർത്ത് വൺ, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തി ഇതിലൂടെ എന്തെങ്കിലും ചേഞ്ചസ് പെർഫോമൻസിൽ കാണുകയാണെങ്കിൽ അത് നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി. അധികമായി വരുന്ന ചെലവുകൾ കുറച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിൻറ്റ്, ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിന് ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ്സ് നൽകി ബെറ്റർ കസ്റ്റമർ സർവീസ് ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ സെവൻത്ത് പോയിൻറ്റ്, പ്രോംപ്റ്റ്, കറക്റ്റ് ആൻഡ് ക്വിക്ക് ഡിസിഷൻസ്. പ്രോംപ്റ്റ് ആയതും കറക്റ്റ് ആയതും ആൻഡ് ക്വിക്ക് ഡിസിഷൻസ് എടുക്കാനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വിവിധ മാനേജ്മെൻറ്റ് ലെവലുകളിലേക്ക് എഫക്റ്റീവായുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, എംപ്ലോയി മോറൽ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എംപ്ലോയീസിൻ്റെ മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നു. ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കുറഞ്ഞ ചെലവിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓരോ ഓർഗനൈസേഷനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവഴി രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ബേസ്ഡ് ഓൺ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നിങ്ങനെ തുടങ്ങി മറ്റ് റെക്കോർഡുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയിലുള്ള പരിമിതികളും ലിമിറ്റേഷൻസും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ലാക്ക് ഓഫ് നോളജ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട്
ഒരുപാട് സബ്ജക്റ്റുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ് തുടങ്ങി ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളെക്കുറിച്ച് വൈഡായുള്ള നോളജ് മാനേജ്മെൻറ്റിന് ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സക്സസ് ആവും. പക്ഷേ ഇത്രയും വൈഡ് നോളജ് മാനേജ്മെൻറ്റിന് ചില സമയങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അത്ര നോളജ് മാനേജ്മെൻറ്റിന് ഉണ്ടാവണമെന്നില്ല. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ദെൻ തേർഡ് പോയിൻറ്റ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു ഉപകരണം മാത്രമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. തീരുമാനങ്ങൾ എടുക്കുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. ദെൻ ഫോർത്ത് പോയിൻറ്റ്, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. ഇൻ്റർപ്രിറ്റേഷനു ശേഷം ഇൻഫർമേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് പറയുമ്പോൾ മാനേജ്മെൻറ്റിലെ അക്കൗണ്ടൻസ് അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളായിരിക്കും പറയുക. അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ പക്ഷപാതം പിടിച്ചൊക്കെ അവർ പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, കോസ്റ്റ്ലി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് റൂൾസും കൺട്രോൾസും എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നടപ്പിലാക്കാൻ കമ്പനികൾക്ക് വളരെയധികം ചിലവ് ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് പറയാം. സോ ഫ്രണ്ട്സ്, ഇത്രയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു പകുതി ഭാഗമായിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ടോപ്പിക്സ് എടുക്കാനുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.